ഹലോ. ഇവിടെ രാവിലെ ഒരു യാത്രയ്ക്കുള്ള പരിപാടികളാണ്. നല്ലൊരു ഇൻട്രോ എടുത്തോണ്ടിരുന്നപ്പോഴത്തേനും മുകേഷ് ചേട്ടൻ വണ്ടിയായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഹായ്. അപ്പം നമ്മൾ പോകുന്ന എവിടാന്നും എന്തിനു വേണ്ടിയിട്ടാണെന്നും ഒക്കെ ഉള്ളത് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലേ. അപ്പോൾ നമ്മൾ മീൻ വാങ്ങാനായിട്ട് നീണ്ടകര ഫിഷിംഗ് ഹാർബറിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം മീൻ വാങ്ങേണ്ടതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ദൂരെ പോയി വാങ്ങുന്നത്. അല്ല, കുറച്ചുകൂടെ ലാഭത്തിന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിശേഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ നമ്മുടെ അമ്പലത്തിലെ പട്ടാഉത്സവമാണ്. അപ്പോൾ വീട്ടിൽ കുറച്ചധികം ഗസ്റ്റൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ATM കയറി പൈസയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോയത്. അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ATM കൗണ്ടറൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഇന്നലെ പള്ളിവേട്ടയൊക്കെ ഉള്ളതുകൊണ്ടേ അതൊക്കെ കഴിഞ്ഞ് വന്ന് ലേറ്റ് ആയതുകൊണ്ട് അമ്പലത്തിലെങ്ങും ആരുമില്ല കേട്ടോ, എല്ലാവരും ക്ഷീണത്തിൽ കിടക്കുവാണ്. അപ്പോൾ നമ്മൾ കുറച്ച് യാത്രകളൊക്കെ ഇന്നുള്ളത് കൊണ്ട് പെട്രോളൊക്കെ അടിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നീണ്ടകര പാലം. ഇത് 1972 അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ശ്രീ TK ദിവാകരൻ അവർകളാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് കേട്ടോ. അപ്പോൾ 2 ഗ്രാമങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്, ശക്തികുളങ്ങരയും നീണ്ടകരയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ ഒരു പാലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹാർബറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമ്മളൊരു 4-4:30 മണിയൊക്കെ ആകുമ്പോഴത്തേനും എത്തണമെന്ന് ഉദ്ദേശിച്ചതാണ്. പക്ഷേ ഉറങ്ങിപ്പോയി രാവിലെ. ഇന്നലെ രാത്രിയിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കിടന്നപ്പോഴത്തേനും രാത്രിയിൽ പള്ളിവേട്ടയൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കിടന്നപ്പോഴത്തേനും ലേറ്റായി. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ ഒരു ചുണ്ടൻ മീനാണ് ആദ്യം കണ്ടത് കേട്ടോ. അപ്പോൾ ആരോ ലേലത്തിൽ പിടിച്ചിട്ടൊക്കെ വാങ്ങിയിട്ടേക്കുവാന്ന് തോന്നുന്നു. കുറേ സ്ഥലങ്ങളിലുള്ള അങ്ങനെ കുറേ മീനുകളൊക്കെ വാങ്ങിയിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ വന്നത് കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ഇവിടെ വരുമ്പോൾ ശരിക്കും നമ്മളൊരു 4-4:30 ഇവിടെ നിൽക്കുന്ന രീതിയിൽ വേണം എത്താനായിട്ട്. ഇല്ലെങ്കിൽ ഇതാ കണ്ടോ, നമ്മൾ ചെന്നപ്പോഴത്തേനും വലിയ വലിയ മീനുകളെല്ലാം കച്ചവടമായി, ലേലം മറിഞ്ഞു പോയി. ഇനിയിപ്പോൾ അതായത് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു മീനുകളൊക്കെയാണ് അടുത്ത വരുന്നത്. ഇപ്പോഴും ബോട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വലിയ മീനുകളൊക്കെ രാവിലെ വന്ന് ആൾക്കാർ പിടിച്ച് വാങ്ങി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് ലേലം കഴിഞ്ഞ മീനുകൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബാസ്ക്കറ്റിലൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇത് മോതമീനാണ് കേട്ടോ. നമ്മുടെ നെമ്മീൻ്റെ കണക്ക് ടേസ്റ്റുള്ള മീനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കുറേ വന്നിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ വേറെ കൊച്ചു മീനുകളൊക്കെ ഇപ്പോൾ ലേലം നടക്കുന്നുമുണ്ട്. അപ്പം നമുക്ക് വേണ്ടുന്നത് ഇത്തിരി കൂടെ നെമ്മീനോ അല്ലെങ്കിൽ ഇത്തിരി കൂടെ നല്ലൊരു മീൻ നോക്കിയിട്ടാണ് വന്നത് കേട്ടോ. ചുമപ്പ് മീനൊക്കെ ഇരിക്കുന്നുണ്ട്, അത് കുറേ പട്ടികളായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതാണ്ട് ചൂരയാണ്. ഒരുപാട് സ്ഥലങ്ങളിലും ഇത് കണക്ക് ചൂര ലേലം നടക്കുന്നുമുണ്ട്. കുറേ വാങ്ങിയതൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ എനിക്കൊന്ന് ലേലം പോയി കഴിഞ്ഞതാണ്, ലേലത്തിന് പോയി കഴിഞ്ഞതാണ്. അപ്പം ഭയങ്കര വലിയ മീനുകളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ചൂര തന്നെ നമ്മൾ അധികം വലിയ ചൂരകളെ കണ്ടിട്ടില്ല കേട്ടോ. നമുക്കിവിടെയൊക്കെ വീടിൻ്റെ അടുത്തൊക്കെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ വരുന്ന ചൂരയൊക്കെയാണ്. അതായത് ഇത് കണ്ടോ, ഈ ചൂര 80 കിലോയ്ക്ക് മുകളിലുള്ളൊരു ചൂരയാണ്. അത് 2 പേര് പിടിച്ചിട്ട് വളരെ പാടുപെട്ടാണ് പൊക്കുന്നത്. അപ്പോൾ അത് കൊണ്ടുപോകാനായിട്ട് വലിയ വലിയ മീനുകളും അതിൻ്റെ ബാസ്ക്കറ്റും ഒക്കെ കൊണ്ടുപോകാനായിട്ട് മറ്റേ എയർപോർട്ടിലൊക്കെ ട്രോളി ഇരിക്കുന്ന കണക്ക് ഇവിടെ കുറേ ട്രോളികൾ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്താക്കിക്കൊണ്ടാണ് വണ്ടിക്കകത്തൊക്കെ പോകുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ എത്ര പേര് വലിച്ചിട്ടായിരിക്കും ഇത് കയറിയെന്നുള്ളതാണ്. ഇതുപോലുള്ള കുറേ മീനുകൾ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതിപ്പോൾ വാങ്ങിയിരിക്കുന്നത് കാറ്ററിംഗ് യൂണിറ്റുകാരോ ഏതെങ്കിലും കല്യാണ പാർട്ടിക്കാരോ അല്ലെങ്കിൽ ഹോട്ടലുകാരോ ഒക്കെ ആയിരിക്കും ഇത് വാങ്ങിക്കൊണ്ട് പോകുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഈ നമ്മുടെ മാർക്കറ്റിലൊക്കെ ഉണ്ടല്ലോ, ഇത് കട്ട് ചെയ്ത് പീസാക്കി വിൽക്കുന്നത് ഞങ്ങൾ അങ്ങനെ വാങ്ങിയിട്ടുണ്ട്. ചന്തയിലൊക്കെ ചെല്ലുമ്പോഴേ നമുക്കിത് കട്ട് ചെയ്ത് പീസാക്കി തരും. അപ്പോൾ ഇവിടെ ചൂരയും കുറേ മീനുകളും ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് ഈ ചുമപ്പൻ മീൻ ഇരിക്കുന്നതുണ്ടോ, ഈ കിളിമീനും എന്നൊക്കെ പറയാറുണ്ട് ഈ കൊച്ചു വട്ടിക്കകത്ത്. അപ്പോൾ അതേ കണക്ക് മീൻ ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് ഈ ചില്ലറക്ക് വീട്ടാവശ്യത്തിന് മേടിക്കാൻ വരുന്നവരില്ലയോ, അങ്ങനെ വീട്ടാവശ്യത്തിന് മേടിക്കാൻ വരുന്നവരെല്ലാം കൂടെ ഇങ്ങനെ ഒരു 5-6 പേര് കൂടി ചേർന്ന് ഒരു കൊച്ചു കൊട്ട വാങ്ങിച്ചിട്ട് അത് വീതിച്ചെടുക്കുന്ന ഒരു സിസ്റ്റവും ഒക്കെ ഇവിടെ നമുക്കുണ്ട് കേട്ടോ. ഇത് ചൂരമീനാണ് ഇരിക്കുന്നത്. ഇത് കണ്ടോ, നമ്മുടെ കപ്പ് ഐസ്ക്രീമിൻ്റെ അകത്ത് ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഇതെല്ലാം കൂടി ഇങ്ങനെ ഇരിക്കുന്ന കൊച്ചു ചരുവത്തിനകത്ത് മീനെല്ലാം കൂടെ അടുക്കി വെച്ചിരിക്കുക കേട്ടോ. എനിക്ക് ആ ഐസ്ക്രീമിൻ്റെ ആ കപ്പ ഓർമ്മ വന്നത്. അപ്പോൾ ഇതൊക്കെ ലേലത്തിൽ വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ, അവർ ഒരുമിച്ച് വാങ്ങിയിട്ട് കൊണ്ടുപോകാനായിട്ട് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അടുത്ത ലേലം വിളിക്കാനായിട്ട് ഇവർ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരു സെക്ഷൻകാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഐസൊക്കെ ഇട്ട് വെച്ചിട്ട് അടുത്തടുത്ത് പോകും. ഇത് കണ്ടോ, ഫ്രഷ് മീനാണ്. നമ്മുടെ ഈ ചൂരമീനിൻ്റെ വായിൽ നിന്ന് വീണിരിക്കുന്ന ബ്ലഡാണ് ഇവിടെ മൊത്തം നമുക്ക് കാണാൻ പറ്റുന്നത്. അത്ര ഫ്രഷായിട്ടാണ് ഇവിടെ സാധനങ്ങൾ കിട്ടുന്നത് കേട്ടോ. നല്ല ലാഭമാണ് ഇവിടെ വന്ന് വാങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ മുകേഷ് ചേട്ടൻ അപ്പോഴത്തേന് പോയി നമുക്കുള്ള മീൻ വാങ്ങി കേട്ടോ. നെമ്മീനാണ്. അത്യാവശ്യം നല്ല ലാഭത്തിനാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. ഇതൊരു 6 കിലോ ഉണ്ട്. ഒരുപാട് നമ്മളിപ്പം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു 1000 രൂപയൊക്കെ ഉണ്ട് നമുക്ക് നെമ്മീൻ കിലോയ്ക്ക്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 700 രൂപയ്ക്ക് അകത്തൊക്കെ നമുക്ക് കിലോയ്ക്ക് വാങ്ങിയെടുക്കാം നെമ്മീനൊക്കെ. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ചുവപ്പൻ മീനൊക്കെ കൊട്ടക്കണക്കിന് വന്നിരിക്കുവാണ്. പിന്നെ ഇതിൻ്റെ ഒന്നും എല്ലാം പേരെനിക്ക് അറിയത്തില്ല, എങ്കിലും ഇതൊക്കെ നമ്മൾ വീട്ടിൽ സാധാരണയൊക്കെ കിട്ടുന്ന മീനുകളാണ്. എല്ലാ മീനും ഒക്കെ എന്തുവാന്ന് എനിക്ക് പേരറിയാൻ അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കണേ.
അപ്പോൾ ഇത് സാധാരണ ചില്ലറ വിൽപ്പനക്കാർക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വണ്ടിക്കകത്ത് കയറ്റാനായിട്ട് വെച്ചേക്കുന്ന മീൻ. ഈ തറയിലൊരു ഇതിൻ്റെ ഇടയ്ക്ക് ഒരു നെമ്മീൻ കിടക്കുന്നുണ്ട്. ഏതാണ്ട് ഈ സൈസാണ് നമ്മൾ വാങ്ങിയ നെമ്മീനും ഉള്ളത്. ഇതൊരു 6 കിലോയാണ് നമ്മൾ വാങ്ങിയതിന് ഉള്ളത്. 6ന് കുറച്ചുകൂടെ കൂടുതലുണ്ട്. അപ്പോൾ ഈ തലയൊക്കെ അവർ വെട്ടി വൃത്തിയാക്കി സെപ്പറേറ്റ് ആക്കി ക്ലീൻ ചെയ്ത് തരും കേട്ടോ. ഇവിടെ നമ്മളൊരു നമുക്ക് വീട്ടാവശ്യത്തിൽ ഇത്തിരി വലിയൊരു പീസാക്കിയാണ് ഇന്നത്തേക്ക് വേണ്ടുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്താൽ അത് കറക്റ്റായിട്ട് കിട്ടത്തില്ല കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്ന് നമ്മൾ തന്നെ കട്ട് ചെയ്യാറാണ്. അപ്പോൾ ഇച്ചിരി ഒരു വലിയ പീസാക്കി ഒട്ടും പൊടിഞ്ഞു പോവാതെയൊക്കെ കിട്ടേണ്ടതുകൊണ്ട് നമ്മളൊരു 200 രൂപ കൊടുത്തപ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് അവർ ഫ്രഷ് ആക്കി തന്നിട്ടുണ്ട്. ഇനിയും ബോട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. ബോട്ടിൽ നിന്നൊക്കെ അവർ സാധനങ്ങളൊക്കെ പല വട്ടിയിലാക്കി എടുക്കുവാണ് കേട്ടോ. അത് വെയിറ്റ് ചെയ്ത് കുറേ നമ്മുടെ കച്ചവടക്കാർ, ചെറുകിട കച്ചവടക്കാരൊക്കെ അത് വരുന്നത്, അതിൽ നിന്ന് ബോട്ടിൽ നിന്ന് സാധനം ഇറക്കുന്നതൊക്കെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് കേട്ടോ. പിന്നെ ദാണ്ട ഈ വള്ളങ്ങളാണിത്. എൻജിൻ വെച്ച വള്ളങ്ങളുണ്ടല്ലോ, വലിയ രീതിയിലൊന്നുമില്ല, കുറച്ച് ജോലിക്കാരുമായിട്ട് പോയിട്ട് മീനുമായിട്ട് വരുന്നത്. ഈ ബോട്ടിൽ അത്ര വലിയ സൗകര്യങ്ങളൊന്നും ഇതിലില്ല. ഇപ്പോൾ ബോട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരാഴ്ചയൊക്കെ പോയാലും അവരതിനകത്ത് ഐസ് ഇട്ട് അതിൻ്റെ അടിയിൽ വലിയ ടാങ്കൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്തൊക്കെ മീൻ പിടിച്ചിട്ടുകൊണ്ട് വരാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ വള്ളത്തിൽ നിന്നൊക്കെ വാങ്ങുവാണെങ്കിൽ ഒരുപാട് പഴക്കം, ഒരാഴ്ചത്തെ ഒന്നും വരത്തില്ല. അവർ പെട്ടെന്ന് പോയി കൊണ്ടുവരുന്ന ആൾക്കാരാണ്. പിന്നെ പുതിയ ബോട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തു നിന്ന് വരുന്നത് ചെറിയ മീനുകളാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ രാവിലെയാണ് വലിയ മീനുകളൊക്കെ വരുന്നത്. ഇപ്പോൾ ബോട്ടിൽ നിന്ന് എടുക്കുന്നതൊക്കെ ഇപ്പം കൊച്ചു കൊച്ചു മീനുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടെന്നല്ല എന്ത് വലിപ്പം ഉണ്ടെന്നറിയാമോ. നമ്മളല്ലാതെ കാണുമ്പോഴത്തേനും ചെറുതായിട്ട് തോന്നുമെങ്കിൽ ഇത് അടുത്ത് വന്ന് കാണുമ്പോഴത്തേനാണ് ഇത്രയും വലിപ്പം ഉണ്ടെന്ന് അറിയുന്നത്. പിന്നെ നമ്മുടെ ഈ നീണ്ടകര ഹാർബറിലുണ്ടല്ലോ, ഇവിടെ ഒരു 500ഓളം ബോട്ടുകൾ കൊണ്ടിടാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. വലിയൊരു ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഫിഷിംഗ് ഹാർബറാണ് നീണ്ടകര ഹാർബർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് 500 ബോട്ടോളം ഇടാമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ അതാണ്ട് നോക്കിക്കഴിഞ്ഞാൽ ലേലം നടക്കുവാണ് കേട്ടോ. അപ്പോൾ പുതിയ ബോട്ട് വരുമ്പോഴത്തേനും അതിൽ നിന്നുള്ള സാധനങ്ങൾ ഇറക്കി വെച്ച് പിന്നെയും ലേലം നടക്കുവാണ്. അപ്പോൾ അതിൽ നിന്ന് വന്ന പുതിയ ബോട്ടിൽ നിന്ന് വന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ ആൾക്കാർ ഇതാ ലേലത്തിൽ പിടിച്ചു വെച്ചിരിക്കുന്നത്. അതിനകത്ത് പിന്നെ ചെറിയ ഈ ബക്കറ്റിലൊക്കെ കൊണ്ട് വീടുകളിൽ വെക്കുന്ന ചേച്ചിമാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് കുറച്ച് സാധനങ്ങൾ അവർ വാങ്ങിയതൊക്കെയാണ് ഈ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബോട്ടിൽ നിന്ന് വന്നത് ഒത്തിരി വെറൈറ്റി ഐറ്റംസ് ആണ് കേട്ടോ. നമ്മൾ വന്നപ്പോൾ കണ്ടത് മൊത്തം ചൂര, ചുമപ്പൻ, പിന്നെ മോതമീൻ, നെമ്മീനിൻ്റെ അതൊക്കെയാണ് കണ്ടത്. പക്ഷെ ഇപ്പം വന്ന ബോട്ടുണ്ടല്ലോ, അതിനകത്ത് ഒത്തിരി വെറൈറ്റി സാധനങ്ങളാണുള്ളത് കേട്ടോ. അപ്പോൾ അത് ഞണ്ടുണ്ട്, പിന്നെ നമ്മുടെ കൊഴിയാളില്ലേ, കണ്ണൻ കൊഴിയാള, പിന്നെ ഞണ്ടിൻ്റെ തന്നെ ഈ ഒരു ഐറ്റം ഉണ്ട്. പിന്നെ ഒരു കറുത്ത ഒരു ഞണ്ടുണ്ടല്ലോ, അതുമാണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ കുഞ്ഞു മീന് കൊഞ്ചൊക്കെ ഉണ്ട് കേട്ടോ. അതാണ്ട് ഈ കറുത്ത ഈ ഞണ്ടുണ്ടല്ലോ, അതൊക്കെയാണ് വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ ചുമന്ന ചെമ്മീൻ എന്ന് പറയുന്ന ചുമന്ന കൊഞ്ച്, അത് ഇഷ്ടം പോലെ ഇവിടെ വാരി കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നേരത്തെ നമ്മളിത് ഈ മീൻ മേടിക്കാതെ സാധാരണ ഒരു രീതിയിലേക്ക് വീട്ടാവശ്യത്തിന് വരുവാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനത്തെ മീനൊക്കെയാണ് നോക്കുന്നത്. ഞണ്ടോ കൊഞ്ചോ ചെറിയ മീനൊന്നും ഞങ്ങൾ ചൂരയൊന്നും അങ്ങനെ ഒരുപാടായിട്ട് വാങ്ങിക്കൊണ്ട് പോകാറില്ല. അല്ലെങ്കിൽ അച്ചാറൊക്കെ ഇടത്തില്ലേ, ചൂര അങ്ങനെ ലാഭത്തിൽ കിട്ടുമ്പോൾ നമ്മൾ കൊണ്ടുപോയി അച്ചാറൊക്കെ ഇടാറുണ്ട്. പിന്നെ ഒരു ചേച്ചി കുറച്ച് കൊഞ്ച് വാങ്ങി മാറ്റിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അവർക്ക് ചില്ലറ വിൽപ്പന നടത്താനൊക്കെ വേണ്ടിയിട്ടാണ്. അടുത്തതാണ്ട് ഞണ്ടിന്റെ ലേലമൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശിവയും മുകേഷേട്ടനും ഒക്കെ ഞണ്ടിന്റെ ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു ഈ ബോട്ടുകാരൊക്കെ ഉണ്ടല്ലോ പല ഏരിയാസിലായിരിക്കും മീനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഇപ്പം വന്നതാണ് ഈ നെത്തോലി. ഇതുവരെ നമുക്കിവിടെ നെത്തോലി എങ്ങും ഒരാളുടെ കയ്യിലും കണ്ടില്ല കേട്ടോ. ഇപ്പം വന്നതിനകത്തുനിന്ന് നിറച്ച് നെത്തോലിയാണ്. നല്ല വെട്ടിത്തിളങ്ങുന്ന ഒരു വെള്ളി കളറുണ്ട് അതിൻ്റെ പുറത്ത് കേട്ടോ. അപ്പോൾ ആ വെട്ടിത്തിളങ്ങുന്നൊരു നെത്തോലിയാണ് നമുക്ക് നല്ല പെട്ടെന്നൊരു അട്രാക്ഷൻ തോന്നും അത് കണ്ടപ്പോഴത്തേനും. പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞു മീനുണ്ടല്ലോ, ഇവർ പോയ ഏരിയയിലെല്ലാം അതായിരുന്നിരിക്കണം. ഇതുവരെ വന്ന വള്ളത്തിലൊന്നും അത് കണ്ടില്ല കേട്ടോ. പിന്നെ ചെമ്മീനുണ്ട്, പിന്നെ അല്ലാത്ത സാധാരണ നമ്മൾ വാങ്ങുന്ന കൊഞ്ചില്ലേ അതുണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു വേറെ ഇത് കണവയുടെയാണെന്ന് തോന്നുന്നു, കണവയുടെ ചെറുതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഇപ്പോഴത്തെ ഈ ഒരു ബോട്ടിൽ വന്നിരിക്കുന്നത്. ഞങ്ങൾ സാധാരണ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി മേടിക്കാൻ വന്നെങ്കിൽ ഈ കൊഞ്ചും ഞണ്ടും ഒക്കെ വാങ്ങത്തുള്ളൂ കേട്ടോ. ചൂര അങ്ങനെ അധികം വീട്ടിൽ കറി വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കത്തില്ല. നമുക്ക് അച്ചാറൊക്കെ ഇടത്തില്ലേ, അപ്പോൾ ആ സമയത്തൊക്കെ വാങ്ങുന്നത്. ആ കൊഞ്ചൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, നമുക്കങ്ങ് ശരിക്കും അങ്ങ് കൊതി വരുമായിരുന്നു ഇത് വാങ്ങാനായിട്ട്. പക്ഷെ ഇത് വാങ്ങിക്കൊണ്ട് പോയാലും ഇപ്പം അത് അധികം ചിലവ് വരാത്തത് കൊണ്ടാണ് കേട്ടോ. ഉത്സവമൊക്കെ ആയതുകൊണ്ട് ഇതധികം ഓടത്തില്ല. അപ്പോൾ വീട്ടിൽ ഇരുന്ന് ചീത്തയായി പോത്തേ ഉള്ളൂ. നമ്മൾ കറക്റ്റ് സമയത്ത് വന്നായിരുന്നെങ്കിലുണ്ടല്ലോ നമുക്ക് ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റണമെന്നില്ല. കാരണം ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ എല്ലാ ബോട്ടും കൂടെ ഒക്കെ വരുന്ന സമയമല്ലേ. അപ്പം എല്ലാവർക്കും മീൻ ലേലത്തിൽ പിടിക്കുന്നതിനും അത് പിടിച്ച മീൻ കൊണ്ടുവെക്കാനും അടുത്തതിനും ഒക്കെ വേണ്ടിയിട്ട് ഓട്ടപ്പാച്ചിലായിരിക്കും. ഇപ്പം ആ തിരക്കില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ നടക്കാനൊക്കെ പറ്റുന്നത്. ഇവിടെ ഇപ്പോൾ കൊച്ചു ലേലങ്ങളാണ് നടക്കുന്നത് കേട്ടോ. ഇപ്പോൾ സാധാരണ ചെറുകിട കച്ചവടക്കാരും പിന്നെ അല്ലാതെ വീട്ടാവശ്യത്തിന് വേണ്ടി മേടിക്കാൻ വരുന്നവരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. അടിപൊളി ചുണ്ണാമ്പ് വാളയാണ് ഈ നിറഞ്ഞു കിടക്കുന്നത്, അതിൻ്റെ ലേലമാണ് കേട്ടോ അവിടെ നടക്കുന്നത്. അപ്പോൾ ഇത്
ചെറിയ ആൾക്കാർ ഇപ്പം നമുക്ക് അല്ലാതെ സാധാരണ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഞങ്ങൾ ഇതും വാങ്ങിച്ചത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മീൻ. ചുണ്ണാമ്പ് വളക്കി നമുക്ക് വറുക്കാനാണെങ്കിലും പുളിമുളകും കറി വെക്കാനൊക്കെ ആണെങ്കിലും നല്ല രുചിയുള്ളൊരു മീനാണ്. അപ്പോൾ അതുമൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നിൽക്കുവാണ്. പിന്നെ അടുത്തത് നമ്മൾ നേരത്തെ കണ്ടില്ലേ നെത്തോലി, അത് വാരി കൂട്ടിയിട്ടിരിക്കുവാണ് കേട്ടോ. നമ്മുടെ അവിടെയൊക്കെ വരുമ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഇത് വരുമ്പോഴത്തേനും ഇതിൻ്റെ വിലയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ഇരട്ടിയായിട്ടാണ് മാറുന്നത്. പിന്നെ ഞങ്ങളിങ്ങനെ നോക്കി നിന്നപ്പോൾ ഉണ്ടല്ലോ ഒരപ്പൂപ്പൻ ചൂണ്ടയിടാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ ഇത്രയും മീൻ ഇവിടെ കിടക്കുമ്പോഴാണോ ഈ ചൂണ്ട ഇടുന്നതെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് അല്ലേ, ഇപ്പോൾ ചൂണ്ട മീൻ മേടിക്കാനും ആൾ കാണുമായിരിക്കും. അപ്പോൾ അതാ അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ ഉണ്ട് ചെറിയ നമ്മുടെ കൊച്ചു മത്തിയില്ലേ, കൊച്ചു ചാള മീനിൻ്റെ ഒക്കെ ഒരു പോർഷൻ നമ്മുടെ ചൂണ്ടയ്ക്കകത്ത് കുരുത്തിട്ടാണ് അപ്പൂപ്പ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ കാത്ത് ക്ഷമയോടിരിക്കുക. ഇവിടെ ബാക്കിൽ ഭയങ്കര തിരക്കും ലേലം വിളിയൊക്കെ നടക്കുവാണ്. അപ്പോൾ ഇവിടെ ശാന്തമായിട്ട് വന്നിരുന്നു. അവിടെ നിമിഷ നേരം കൊണ്ടാടെ മീനെ കിട്ടുകയും ചെയ്ത്. ഞാൻ ഓർത്ത് ഇത് എത്ര സമയം എടുക്കുമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ബക്കറ്റിലൊക്കെ നേരത്തെയും പിടിച്ച മീനുകളായിരിക്കണം. നമ്മളിപ്പോഴാണ് ആ തിരക്കിൻ്റെ ഇടയിൽ അപ്പനെ കണ്ടത്. അങ്ങനെ ആ മീൻ പിടിച്ച് അതിന് അടുത്തത് കൊരുത്തിടാനുള്ള ശ്രമമൊക്കെയാണ് കേട്ടോ. ഇവിടുത്തെ കടലിന് ഏതാണ്ട് 12 അടി ആഴമുണ്ട് കേട്ടോ. അപ്പോൾ ദാണ്ട ഈ നേരത്തെ വന്ന ഞണ്ടും കൊഞ്ചും അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വാങ്ങിച്ച് മോതമീനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചിമാരൊക്കെ സൈഡിലോട്ട് മാറ്റി വെച്ച് കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊക്കെ വേണമെങ്കിലുണ്ടല്ലോ കുറച്ച് മീൻ മിക്സ് ചെയ്ത് വാങ്ങിക്കാനൊക്കെ പറ്റും അവരുടെ കയ്യിൽ നിന്നൊക്കെ. അപ്പം നമുക്ക് പുറത്ത് അത്രയും വിലയും ഇല്ല, ലാഭത്തിന് പല മീൻ വാങ്ങിക്കാനൊക്കെ പറ്റും. നമ്മൾ ആദ്യം കണ്ട ചുണ്ടമീൻ ഇതുവരെ പോയിട്ടില്ല, അവിടെ കിടക്കുവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൾക്കാരൊക്കെ ബാക്കി ലേലത്തിനൊക്കെ നിൽക്കുമായിരിക്കും. ഇനി നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വിഷമാവുമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോഴത്തേന് ഇത് ആ വണ്ടിക്കകത്തു നിന്നൊക്കെ ഐസ് നേരത്തെ കൊണ്ടുപോയ മീനിൻ്റെ ഒക്കെ ആയിരിക്കും, വലിയ വലിയ മീൻ, ചൂരമീൻ കൊണ്ടുപോയതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതിനകത്തെല്ലാം ബ്ലഡൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് തഴുത്തല ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇവിടം വരെ വരാനായിട്ട് 20 കിലോമീറ്റർ ആണുള്ളത്. അപ്പോൾ കൊല്ലത്ത് ടൗണിൽ നിന്ന് വരുവാണെങ്കിൽ അതിന് 8 കിലോമീറ്റർ ഉള്ളത്. ഇവിടെ ഐസ് പൊടിക്കുന്ന മെഷീനായിട്ട് കേട്ടോ, വലിയ പീസ് ഇട്ടിട്ട് അത് പൊടിച്ച് തരിതരിയാക്കിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ മീനൊക്കെ വാങ്ങിച്ച് വണ്ടിക്കകത്ത് കൊണ്ടുവെക്കാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ അച്ഛൻ്റെ കൃഷി സാധനങ്ങളൊക്കെ വണ്ടിയിൽ നിറച്ച് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അതെടുത്ത് മാറ്റാൻ മറന്നുപോയി. പിന്നെ മുറിച്ച് വാങ്ങിച്ചത് കൊണ്ട് നമുക്ക് ഒരുപാട് സ്പേസ് വേണ്ടായിരുന്നു. അങ്ങനെ സൈഡിലോട്ട് ഒതുക്കി വെച്ചിട്ട് പോരുന്നു കേട്ടോ. അത് ഇതാണ് നീണ്ടകര ഫിഷിംഗ് ഹാർബറിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. രാവിലെ വന്നപ്പോഴത്തേന് നല്ല ഇരുട്ടായത് കാരണം നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ നീണ്ടകര ഫിഷിംഗ് ഹാർബറിന് നോർവീജിയൻ പ്രൊജക്റ്റ് എന്ന് പറയും കേട്ടോ. അത് പണ്ടൊക്കെയാണ് അങ്ങനെ പറഞ്ഞിരുന്നത്. സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1961 വരെ ഇൻഡോ നോർവീജിയൻ ഫിഷർമെൻ കമ്മ്യൂണിറ്റി പ്രൊജക്റ്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരുന്നു ഇവിടെ. പിന്നീട് അത് മാറ്റുകയായിരുന്നു കേട്ടോ, ഗവൺമെന്റ് ഏറ്റെടുക്കുമായിരുന്നു. നമുക്ക് ഈ നീണ്ടകര പാലത്തിന്റെ സൈഡിൽ നിന്നും മീനൊക്കെ വാങ്ങാം. കായൽ മീൻ അവിടെ സുലഭമായിട്ട് നല്ല ലാഭത്തിന് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിയ മീൻ ഇതാണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ സാധനമുണ്ട്. അത് കറി വെച്ച് നമ്മൾ കുറേ പോഷം വിളമ്പി കഴിഞ്ഞു കേട്ടോ. അതിനുശേഷമാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കറി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരു സദ്യക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വാങ്ങിച്ചതാണ് കേട്ടോ, കാറ്ററിംഗ് യൂണിറ്റുകാരുടെ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ. ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ ഇന്നത്തെ രാജാവ് നല്ല അടിപൊളി നെമ്മീൻ കറി തന്നെയാണ് കേട്ടോ. നല്ല ക്വാണ്ടിറ്റിയിലുണ്ടായിരുന്നു, നല്ല ലാഭവും ഉണ്ടായിരുന്നു. അപ്പോൾ പറ്റുവാണെങ്കിൽ എല്ലാവരും നീണ്ടകര പോയി ഒരു തവണയെങ്കിലും ഒന്ന് മീൻ വാങ്ങി നോക്കണം. അത്രയ്ക്ക് നല്ല ഫ്രഷ് മീൻ കിട്ടും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്